നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഒരാളും എന്നെ സീരിയസ് ആയിട്ട് എടുക്കണില്ലല്ലോ എന്ന്? അല്ലെങ്കിൽ അവൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട, അതൊരു പൊട്ടിപ്പെണ്ണ എന്ന് സ്നേഹത്തോടൊരു തലോടൽ? എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, നമ്മളെ ഒരാൾ എങ്ങനെ കാണണം എന്ന് അവരെ പഠിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ എല്ലാം പഠിപ്പിച്ച നമ്മുടെ നാട്ടിലെ ടിപ്പിക്കൽ നല്ല കുട്ടിയില്ലേ, ആ നല്ല കുട്ടീനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അവൾ വളരെ സ്നേഹമുള്ളവളായിരിക്കും, എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്നവളായിരിക്കും. പക്ഷെ അവൾ ആർക്കൊരു വില ഉണ്ടാവില്ല, അങ്ങനെ ഒരു ബഹുമാനം ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ, അവൾ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആണ്, എല്ലാവരോടും യെസ് പറയാണ്. അപ്പം എങ്ങനെയാ വില അറിയുക? ഇതിനെക്കുറിച്ച് പണ്ട് ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ചാണക്യൻ്റെ ഈ 8 നിയമങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾക്കുണ്ടാവുന്ന സ്ഥാനം നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. അതെന്താന്ന് നോക്കിയാലോ? ആദ്യത്തേത് ഭയം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തിനെങ്കിലും ഭയപ്പെടണോ എന്ന് ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾ ഓഫീസിൽ ബോസിനെ ഭയപ്പെടണു എന്ന് വിചാരിച്ചാൽ ഒരുപാട് പേരുണ്ടായിരിക്കും നമുക്ക് കൂടുതൽ വർക്ക് തരാനായിട്ട്, അല്ലേ? 2, സ്വന്തം മൂല്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നോ ആ കണ്ണിലൂടെ ആയിരിക്കും ലോകം നമ്മളെ കാണുന്നത്. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല നമ്മളെ ഉയർത്തി കാണിക്കാനായിട്ട്. നമ്മളെ ഉയർത്താൻ നമ്മൾ തന്നെ വേണം. സ്വയം ബഹുമാനിക്കാത്തവനെ ലോകം ഒരിക്കലും ബഹുമാനിക്കില്ല. സെൽഫ് റെസ്പെക്റ്റ് ആണ് ഏറ്റവും ആദ്യം. 3, ബലഹീനതകൾ വെളിപ്പെടുത്താതിരിക്കുക. നമ്മളുടെ ബലഹീനതകൾ അതെല്ലാവരോടും പറയേണ്ടതില്ല. പറഞ്ഞെന്ന് വിചാരിച്ച് എല്ലാവരും നമ്മളോട് സഹതപിക്കാനും സഹായിക്കാനും വരുമെന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരുപക്ഷെ നമ്മൾ ഷെയർ ചെയ്ത ബലഹീനതകൾ അവർക്ക് നമ്മൾക്കെതിരെ ഉപയോഗിക്കാനുള്ളൊരു ടൂളായാലോ? ഒരുപക്ഷെ നമ്മളുടെ സീക്രറ്റ്സ് ആയിരിക്കാം നമ്മളുടെ ഏറ്റവും വലിയ ശക്തി. 4-മത്തെ കാര്യം നമ്മളുടെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കേട്ടിട്ടില്ലേ, എ മാൻ ഈസ് നോൺ ബൈ ദ കമ്പനി ഹീ കീപ്സ്. നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ പോസിറ്റീവ് ആണെങ്കിൽ അത് എപ്പോഴും നമ്മളെ ജീവിതത്തിൽ എലിവേറ്റ് ചെയ്യും. എന്നാൽ നെഗറ്റീവ് ആണെങ്കിൽ ആ തോട്ട്സ് അത് നമ്മളെയും ബാധിക്കും. നമ്മളും എപ്പോഴും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡൾ ഫേസിലായിരിക്കും. മോശം കൂട്ടുകെട്ട് അത് നല്ല ആളുകളെയും തകർക്കും. 5-മത്തേത് ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നത്. എനിക്ക് പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. പക്ഷേ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളതിനെ ഓവർകം ചെയ്ത് നമ്മളത് ചെയ്തിരിക്കും. 6-മത്തേതായി വരുന്നത് അത് കോപമാണ്. കോപത്തിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? ഒരു നിമിഷത്തെ കോപം, അപ്പോൾ ട്രിഗർ ചെയ്യുന്ന ഫീലിങ്സ്, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, അതൊരു പക്ഷേ ലൈഫിൽ ഏറ്റവും വലിയ തീരുമാനമായിരിക്കാം. കേട്ടിട്ടില്ലേ, ദേഷ്യത്തിൽ ഒരിക്കലും തീരുമാനങ്ങളും എടുക്കരുത്, വളരെ സന്തോഷത്തിൽ ഒരു വാഗ്ദാനങ്ങളും ചെയ്യരുത്. അതുപോലെ ജീവിതത്തിൽ നമ്മൾ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ അത് പല ബന്ധങ്ങളും തകർക്കും, ഏറ്റവും അടുത്ത ബന്ധങ്ങൾ പോലും. അതൊരിക്കലും നമുക്ക് ഉണ്ടാക്കുന്ന മുറിവ് ഉണക്കാൻ കഴിയില്ല. ശാന്തമായി ഇരിക്കാൻ കഴിയുക എന്നുള്ളതൊരു വലിയ മെൻ്റൽ പവറാണ്. 7-മത്തേത് രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫ് എല്ലാവർക്കും ഒരു ഓപ്പൺ ബുക്ക് ആയിരിക്കണം എന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കും വന്ന് കയറി എന്തും പറയാം, അങ്ങനെ എല്ലാവർക്കും അവകാശമുള്ളൊരു കോമൺ സ്പേസായി അത് മാറും. അങ്ങനെ 100 പേരുടെ ഉപദേശവും കൺഫ്യൂഷനും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. അതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ബുദ്ധിമാനായ ഒരാൾ ഒരിക്കലും തൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ വേറെ ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോലും ഒരാളോട് പറയില്ല. 8-മത്തേത് സമയമാണ്. സമയത്തിൻ്റെ വില മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ പോയാൽ പിന്നീട് തിരിച്ചു പിടിക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരേ ഒരു കാര്യം അത് സമയമാണ്. നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും മാറ്റിവെക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ലൈഫിനെ എപ്പോഴും ഡിലേ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് സമയത്തെ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ പറ്റുള്ളൂ. നമ്മൾ മാറുമ്പോൾ, നമ്മൾ നമ്മളെ തന്നെ ഉയർത്തി വയ്ക്കുമ്പോൾ ലോകം നമ്മളെ കാണുന്ന രീതി തന്നെ മാറിപ്പോവും. സ്വയം വില മനസ്സിലാക്കി നമ്മൾ എപ്പോഴും നമ്മളെ ഉയർത്തി വെക്കണം. ഒരിക്കൽ പോലും നമ്മൾ നെഗറ്റീവായിരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുൻപിൽ നമ്മളെ താഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ ഇപ്രാവശ്യം പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് താഴ്ന്നു കൊടുക്കുകയോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ നമുക്ക് കൊടുക്കുന്ന വിലയുണ്ടല്ലോ, അത് 100 മടങ്ങായിട്ട് ഈ ലോകം നമുക്ക് തിരിച്ചു തരും.